വളരെ വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ കണ്ട ആഴ്ചയായിരുന്നു കടന്നു പോയിരുന്നത്. മുൻനിര സൂചികയായി നിഫ്റ്റി 25,000 എന്ന പ്രധാന നിലവാരത്തിന് താഴെ വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ തുടർന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. രണ്ട് ഘടകങ്ങളായിരിക്കും വിപണിയെ ഇനി സ്വാധീനിക്കുക. ഒന്ന്, അടുത്ത ആഴ്ച വരാനിരിക്കുന്ന റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന യോഗം. മറ്റൊന്ന്, രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക്. കഴിഞ്ഞ ദിവസം പുറത്തു വരാനിരുന്നുകൊണ്ട് തന്നെ അതിന്റെ ഒരു കരുതലോടെയായിരുന്നു വിപണിയിൽ വ്യാപാരം നടന്നിരുന്നതും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ, അതായത് 2024-25 സാമ്പത്തിക വർഷത്തെ വളർച്ചാ നിരക്ക് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 6.5% എന്നുള്ള നിലയിലാണ് വളർച്ചാ നിരക്ക് വന്നത്. ഇത് അനുമാനിച്ചതിനെക്കാട്ടിലും നേരിയ വർധനമാണ്. 6.3% വളർച്ചാ നിരക്ക് സാമ്പത്തിക വർഷം പ്രതീക്ഷിച്ചിരുന്നത്. അതിനെക്കാട്ടിലും നേരിയ വളർച്ചാ നിരക്കുണ്ടായി. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അവസാന ഭാഗത്ത് ജനുവരി മാർച്ച് ഭാഗത്തിലുണ്ടായിട്ടുള്ള 7% മുകളിൽ ഉണ്ടായിട്ടുള്ള വളർച്ചാ നിരക്കാണ്. എന്തായാലും ഇത് വരും ദിവസത്തെ വിപണിയെ സ്വാധീനിക്കും. ഒപ്പം തന്നെ റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന യോഗവും വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ നിർണായകമായിരിക്കും.